അടുത്തതായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് ജയരാജാണ്. വയനാട് ജില്ലയിൽ എന്തൊക്കെയാണ് അവസ്ഥ ജയരാജ്? ഭയക്കേണ്ട സാഹചര്യമുണ്ടോ? ഇന്നലെ രാത്രിക്ക് മഴ പെയ്തിരുന്നോ? സറ, കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിൽ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ശക്തമായ മഴ എന്ന് പറയാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴയും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് ആകാശം മൂടിക്കെട്ടിയാണ് നിൽക്കുന്നതെങ്കിലും അങ്ങനെ പേടിക്കേണ്ട രീതിയിലുള്ള ഒരു മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്കൊരു ആശ്വാസം. എന്തായാലും ഇന്നലെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് വയനാട്ടിലെ മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. മാനന്തവാടി, പേരിയ, അതുപോലെ തന്നെ തൊണ്ടർനാട് എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ്. തവിഞ്ഞാൽ, പേരിയ, തൊണ്ടർനാട് എന്നീ ഭാഗങ്ങളിലാണ് ഇന്നലെ നിൽക്കാതെ മഴ പെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇന്നലെ ചെറുതായി വെള്ളം കയറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ആ പ്രദേശത്തെ ഏതാണ്ട് തൊട്ടടുത്തുള്ള ഒരു നടുമുട്ടമ്മൽ എന്ന് പറയുന്ന ഒരു ഉന്നതിയിലെ 11ഓളം കുടുംബങ്ങളെ ഇന്നലെ രാത്രി ഒരു സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പല സ്ഥലത്തും ചെറിയ രീതിയിൽ വെള്ളം കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി അവർ സുരക്ഷിതമായ ഏതാണ്ട് 11 കുടുംബങ്ങളിലെ 30ഓളം പേരെ ഇന്നലെ ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് മഴയ്ക്ക് അല്പം ആശ്വാസമുണ്ട്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തന്നെ വയനാട് മാനന്തവാടി പാൽച്ചുരത്തിലെ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളതിനാൽ ബോയ്സ് ടൗൺ പാൽച്ചുരം വഴിയുള്ള രാത്രി യാത്രാ ഗതാഗതത്തിന് ഇന്നലെ കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ചില ചുരത്തിലൂടെയുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും കളക്ടർ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇവിടെയുള്ള നിയന്ത്രണങ്ങളെല്ലാം അതുപോലെ തന്നെ ഉണ്ട്. ഈ കാലാവസ്ഥ പ്രവചന പ്രകാരം 9-ാം തീയതി വരെ, അതായത് നാളെ വരെ മഴ ഉണ്ടാകും എന്നുള്ള ഒരു അറിയിപ്പാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾക്കൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഒരവസ്ഥ വെച്ച് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മൂടിക്കെട്ടിയ ഒരു ആകാശമാണ്. ഒരുപക്ഷെ മഴ ശക്തമായി പെയ്യാനുള്ള സാധ്യതയുണ്ട്. വയനാടിനെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്. കാരണം പെട്ടെന്ന് മഴ വരിക, അല്പനേരത്തിന് ശേഷം ഒരു ശാന്തമായ കാലാവസ്ഥയാവും, ചെറിയ വെയിലും വരും, പക്ഷെ വീണ്ടും പെട്ടെന്ന് മഴ വരും. ആ മഴ ശക്തിയായി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്തായാലും പറയത്തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം നിലവിലില്ല സാറ. ശരി, വയനാട് ജില്ലയിൽ നിന്നും ജയരാജാണ് നമ്മളോടൊപ്പം ചേർന്നത്. നമ്മളിപ്പോൾ കേട്ടതുപോലെ തന്നെ വയനാട് ജില്ലയിലെ നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഭയക്കേണ്ട ഒരു സാഹചര്യമൊന്നും ഇല്ല അവിടെ. ഇനി മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്, എല്ലാവരും സുരക്ഷിതരായി ഇരിക്കുക എന്നുള്ളൊരു ആകാശം മൂടിക്കെട്ടിയാണ് നിൽക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും എല്ലാവരും കീപ്പ് ചെയ്യുക. പ്രത്യേകിച്ച് മാനന്തവാടി പോലുള്ള ഭാഗങ്ങളിൽ ഇന്നലെയൊക്കെ നല്ലപോലെ മഴ പെയ്തെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.